ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 13 ശ്ലോകം 4. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, നാരദർ കാട്ടിയ വഴിയിൽ കൂടി പോയി ഹിരണ്യാക്ഷൻ ഭഗവാനെ കണ്ടു. വരാഹമൂർത്തിയെ വളരെയധികം നിന്ദിച്ചു, നിസ്സാരനാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. എങ്കിലും ഭഗവാൻ അതൊന്നും കണക്കാക്കാതെ ഭൂമിയെ സമുദ്രത്തിൻ്റെ മേലെ സുരക്ഷിതമായിട്ട് ഉറപ്പിച്ചു നിർത്തിയതിന് ശേഷം അസുരനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഇവിടെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അങ്ങനെ അസുരൻ്റെ കയ്യിൽ ഗദയാണ് ഉണ്ടായിരുന്നത്. കൂറ്റൻ ഗദ ചുമലിൽ വെച്ച് എതിരാളിയെ തെരഞ്ഞ് നടക്കുകയായിരുന്നല്ലോ ഹിരണ്യാക്ഷൻ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് തൻ്റെ കയ്യിലും ഗദ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഭഗവാൻ സ്മരണ കൊണ്ട് മാത്രം തൻ്റെ കൗമോദകി എന്ന ഗദയെ വരുത്തുകയും ഗദായുദ്ധം നടത്തുകയും ചെയ്തു. അങ്ങനെ ആ ഗദായുദ്ധത്തിൻ്റെ ഇടയിലെ ഭൂമിയിലെ ഗദ താഴെ വീണതും ഒക്കെയാണ് പറയണത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഈ യുദ്ധം അങ്ങേക്കൊരു കളി പോലെയാണ്, ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണ്ട. സന്ധ്യാസമയം ആവാറായി. സന്ധ്യയായാൽ അസുരന്മാരുടെ വീര്യം കൂടും. അല്ലെങ്കിൽ തന്നെ ഹിരണ്യാക്ഷൻ അതീവ ശക്തനാണ്. സമുദ്രത്തിലെ വെള്ളം കണങ്കാലോളേ ഉള്ളൂ. ഇത്രയും വലിയ ഈ ഭൂമിയെ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായി. വരുണനോട് നാരദനോടുമൊക്കെ നേരിട്ട് സംസാരിക്കാനുള്ള മഹത്വമുണ്ട്. അങ്ങനെയുള്ള ഹിരണ്യാക്ഷന് ഇനിയും ശക്തി കൂടും സന്ധ്യയായാലേ. ബ്രഹ്മാവ് ഒരു കാരണവരുടെ പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മാവിനാവട്ടെ ദേവന്മാർക്കാവട്ടെ പലപ്പോഴും അവരുടെ പെരുമാറ്റത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ ശക്തി പൂർണ്ണമായിട്ടും അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം. 4-ാമത്തെ ശ്ലോകം നോക്കാം. ഗദാപാണൗ ദൈത്യേ ത്വമപി ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ ഖടഖട രവോദ്ഘുഷ്ടവിയത രണാലോകൗത്സുക്യാൻ മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമം ഇതി ധാത്രാ ജഗദിഷേ. ഇനി 8-ാമത്തെ ശ്ലോകത്തിൽ വധം, അത് വരുന്നവരെ യുദ്ധം തന്നെയാണ്. ആദ്യം ഗദ കൊണ്ടുള്ള യുദ്ധമാണ്. ഗദാപാണൗ അർത്ഥം നോക്കാം. ഗദാപാണൗ എന്ന് പറഞ്ഞാൽ സദാ ഗദ പാണിയിൽ കയ്യിലെടുത്ത് നടക്കുന്ന ദൈത്യേഹി ദിതിയുടെ മകനായിട്ടുള്ള ആ ഹിരണ്യാക്ഷൻ യുദ്ധത്തിനായിട്ട് ഗദയും കയ്യിൽ വെച്ച് ചുമലിൽ വെച്ച് മുന്നിലെത്തിയപ്പോൾ ത്വം അബി ഭഗവാനെ അങ്ങും അതുകൊണ്ട് ഗൃഹീത ഉന്നത ഗദ തൻ്റെ ആ വലിയ കൗമോദകി എന്നു പേരായിട്ടുള്ള ഗദയെ സ്മരണ കൊണ്ട് തന്നെ വരുത്തി. അതുവരെ കയ്യിൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഗദായുദ്ധം തുടങ്ങാണ്. ഖട ഖട രവ ഉദ്ഘുഷ്ട വിയത ഗദകൾ അങ്ങനെ കൂട്ടിമുട്ടിയിട്ട് ഖട ഖട എന്ന ശബ്ദത്താൽ ഉദ്ഘുഷ്ട വിയത വിയത ആകാശം, ഉദ്ഘുഷ്ടം മാറ്റൊലി കൊണ്ടു. ഗദകളുടെ ശബ്ദം കൊണ്ട് ആകാശവും ഭൂമിയും ആകെ നിറഞ്ഞു. നിയുദ്ധേന ക്രീഡൻ എന്നാൽ അങ്ങേക്ക് ആ യുദ്ധം ഒരു ക്രീഡ മാത്രമായിരുന്നു, ഒരു ലീല. വളരെ ലാഘവത്തോടുകൂടി അനായാസത്തോടുകൂടിയാണ് അങ്ങ് യുദ്ധം ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ആ യുദ്ധം കാണാനായിട്ട് രണാലോകെ യുദ്ധം കാണാൻ വേണ്ടി ഔത്സുക്യാത് ഭഗവാൻ ചെയ്യുന്ന യുദ്ധമായതുകൊണ്ട് വലിയ ഉത്സാഹത്തോടുകൂടി സുരസംഘേ മിളിതേ ദേവസമൂഹം മുഴുവനും ഒന്നിച്ചു ചേർന്ന് ആകാശത്ത് നിരന്നു നിന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ സന്ധ്യാവാറായി. സന്ധ്യാധപ്രഥമം സന്ധ്യാസമയത്തിന് മുൻപ് തന്നെ അമും ദ്രുതം നിരുന്ധ്യ ഇവനെ വേഗത്തിൽ കൊല്ലണേ. ഇതി ധാത്രാ ജഗദിഷെ ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു. കാരണം ഈ അസുരൻ അല്ലെങ്കിൽ തന്നെ അതീവ ശക്തനാണ്, മായാവിയാണ്. സന്ധ്യ കൂടി ആയാലേ സന്ധ്യാവുക രാത്രിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഈ തമോ ഗുണികൾക്ക് അവരുടെ വീര്യം ശൗര്യം ഒക്കെ കൂടും.
ഭഗവാനാണെങ്കിലോ ഇതൊരു കളി എന്ന പോലെ യുദ്ധം നീട്ടിക്കൊണ്ടു പോവാണോ എന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവ് പറയാണ്, ഭഗവാനെ വേഗം തന്നെ കൊന്നാലും ഈ ഹിരണ്യാക്ഷനെ സന്ധ്യയ്ക്ക് മുൻപേ എന്ന്. വാസ്തവത്തിൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ കാണുന്നത് കോപത്തോടു കൂടിയല്ല, തൻ്റെ പ്രിയപ്പെട്ട പാർഷദനാണ് എന്ന് ഭഗവാൻ അറിയാം. ഹിരണ്യാക്ഷൻ അതറിയില്ല എന്ന് മാത്രം. ഗദാപാണൗ ദൈത്യൻ ഗദാപാണിയിലെടുത്തത് കണ്ടപ്പോൾ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ, അങ്ങും ഉന്നതമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഗദയെ എടുത്തു. നിയുദ്ധേന ക്രീഡൻ, ക്രീഡ എന്നതുപോലെ കളി എന്നതുപോലെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. ഘടഘടരവോദ്ഘുഷ്ടവിയത, ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഘടഘടാരവം ഉണ്ടായി. അത് വിയത, ആകാശത്തിൽ മാറ്റൊലിക്കൊണ്ടു, എല്ലാ സ്ഥലത്തും ശബ്ദത്തിൻ്റെ ഘോഷമായി. രണാലോകൗ ഉത്സുക്യാത്, രണം യുദ്ധം കാണാനുള്ള ഉത്സാഹം കൊണ്ട് ഭഗവാന്റെ യുദ്ധം കാണട്ടെ എന്ന് കരുതിയിട്ട് മിളതി സുരസംഘേ, എല്ലാ സുരസംഘങ്ങളും ദ്രുതം അവിടെ ആകാശത്ത് വന്ന് നിറഞ്ഞു. ദ്രുതം അമും നിരുന്ധ്യ, വേഗം തന്നെ ഇവനെ കൊല്ലണേ ഭഗവാനെ. സന്ധ്യാതപ്രഥമം, സന്ധ്യയ്ക്ക് മുൻപേ കൊന്നാലും. ഇതി ധാത്ര, ഇങ്ങനെ ബ്രഹ്മാവ് ജഗദീശേ അങ്ങയോട് പറഞ്ഞു. ഒന്നുകൂടി ശ്ലോകം വായിക്കാം. ഗദാപാണൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ, നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയത. രണാലോകൗത്സുക്യാൻ മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യ സന്ധ്യാത പ്രഥമമിതി ധാത്ര ജഗദീശേ. 5ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഹിരണ്യാക്ഷനും ഭഗവാന്റെ മായാവരാഹമൂർത്തിയുമായിട്ട് ഗദായുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാന്റെ ഗദ താഴെ വീണു. വാസ്തവത്തിൽ ഭഗവാൻ അനുവദിക്കാതെ അത് വീഴില്ല. തൻ്റെ പാർഷദനും യുദ്ധം എന്ന വലിയ ഒരു ആഗ്രഹവും ആയിട്ടിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ്റെ യുദ്ധക്കൊതി ഒന്ന് തീർന്നോട്ടെ, താൻ തന്നെ കേമൻ എന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ഗദ താഴെ വീഴാൻ അനുവദിച്ചത് എന്ന് മനസ്സിലാവും. കാരണം ഉടനെ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ സുദർശന ചക്രത്തിനെ സ്മരിക്കുകയും അത് കയ്യിൽ വന്നെത്തുകയും ചെയ്തു എന്നാണ് ഈ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിതി ഭുവോ, ഗദാഘാതാത് ഭൂമൗ ഝടിതി പതിതായാം അഹഹ ഭോ. മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ. അർത്ഥം നോക്കാം. തസ്മിൻ ഗദോന്മർദ്ദേ, ആ ഗദായുദ്ധത്തിൽ, ഗദ കൊണ്ടുള്ള യുദ്ധത്തിൽ, ദിതിഭുവ, ദിതിയുടെ പുത്രൻ്റെ, ഗദാഘാതാത്, ദിതിയുടെ പുത്രനായിട്ടുള്ള ഹിരണ്യാക്ഷൻ്റെ ഗദാഘാതാത്, ഗദാപ്രഹരത്താൽ, തവ ഗദായാം, അങ്ങയുടെ ആ ഗദ, അഹഹ അത്ഭുതകരമായിട്ട്, ഝടിതി ഭൂമൗ പതിതായാം ഖലു പെട്ടെന്ന് ഭൂമിയിൽ അല്ലെങ്കിൽ താഴെ എന്നുള്ള അർത്ഥം, താഴെ വീണത് കണ്ടു. ഭോ ത്വം മൃദുസ്മേരാസ്യ, അപ്പോൾ ഭഗവാൻ അത് അനുവദിച്ചിട്ട് തന്നെയാണ് എന്ന് പറയാൻ ഇതാണ് കാരണം. അവിടുന്ന് മൃദുവായിട്ടുള്ള മൃദുമന്ദഹാസത്തോടുകൂടി അവിടെ അത് നോക്കി നിൽക്കുകയും ധനുജകുല നിർമൂലന ചണം, ധനുജന്മാരുടെ അസുരന്മാരുടെ കുലത്തിൻ്റെ ഉന്മൂലനാശത്തിന് എന്ന് പ്രസിദ്ധമായിട്ടുള്ള, അതാണ് ചണം, അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള മഹാചക്രം, തൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ചപ്പോൾ തന്നെ കരഭുവി ദധാന, ആ ചക്രം അദ്ദേഹത്തിൻ്റെ കൈവിരലിൽ എത്തി. രുരുചുഷേ, ആ കയ്യിൻ്റെ വിരലിൻ്റെ തുമ്പത്ത് സുദർശന ചക്രവും ആയി പുഞ്ചിരിച്ചുകൊണ്ട് യുദ്ധത്തിന് നിൽക്കുന്ന ആ വരാഹമൂർത്തിയെ ഇവിടെ ഭംഗിയായി